അൽഹംദുലില്ലാ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബുഷ്റ. ഞാൻ കുഞ്ഞുനാൾ മുതലേ എന്തെങ്കിലും ഒരു സ്പെഷ്യലായി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയായിരുന്നു. അതിന് സപ്പോർട്ടായി എൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നു. പഠിക്കുന്ന നാൾ തൊട്ട് തന്നെ പല ആക്ടിവിറ്റീസും, ഊളൻ വർക്ക്, എംബ്രോയിഡറി, പിന്നെ ഫ്ലവർ, വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഫ്ലവർ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ കൂടെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ തയ്യലും പഠിച്ചു. അതിനുശേഷം 2019 ഫെബ്രുവരി 11 എൻ്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ മക്കള് 3 മക്കളാണ്, 3 പെൺകുട്ടികളാ. ഒരാളുടെ വിവാഹം കഴിഞ്ഞു. രണ്ടാമത്തെ മകൾ ഫാഷൻ ഡിസൈനിങ് ഡിഗ്രി കഴിഞ്ഞു, PGക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന്റെ എൻട്രൻസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിന്റെ കൂടെ ജോബും ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ആള് BFA സ്റ്റുഡന്റ് ആണ്, 3ാം വർഷ സ്റ്റുഡന്റ്. ഇനി ഒരു വർഷവും കൂടിയുണ്ട്. അതിന്റെ കൂടെ തന്നെ അവള് ടീച്ചിങ്ങും ചെയ്യുന്നുണ്ട്, ആഴ്ചയ്ക്ക് ഒരു ദിവസം. അതാണ് എൻ്റെ മക്കളുടെ വിവരങ്ങള്. ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. പിന്നീട് അത് സ്റ്റോപ്പായി വേറൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നീട് സുനാമിയുടെ സമയത്ത് ആ ബിസിനസ് നിർത്തേണ്ടി വന്നു. കാരണം ഒരുപാട് കടം പോയി. പിന്നെ അവര് കാശ് തിരിച്ചു വരാത്ത സാഹചര്യത്തിൽ അത് നിർത്തേണ്ടി വന്നു. എന്നെയും 3 മക്കളെയും നാട്ടിലിട്ടുകൊണ്ട് ആള് എറണാകുളത്തേക്ക് ചേക്കേറി ഒരു സെയിൽസ്മാന്റെ വേഷത്തിലേക്ക് ആള് പരിവർത്തനം ആയി. അവിടെ ബാഗ് സെയിൽ ചെയ്യുന്ന ഒരു ബാഗ് മാനുഫാക്ചറുമായിട്ട് കണ്ടുമുട്ടി. അവരുടെ കമ്പനിയിലേക്ക് ഒരു ഷെയറെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കമ്പനിയിലേക്ക് ഷെയർ കൊടുത്തു. അത് ഷെയറായി പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് പിന്നെയും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പം അയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും, ഒരു ദിവസം കൊണ്ട് 3 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം ആ 3 ലക്ഷവും കൊടുത്ത് ആ കമ്പനി സ്വന്തം പേരിലേക്ക് വാങ്ങിക്കുകയും പിന്നീട് ഞാനും ഹസ്ബൻഡും കൂടി അത് നടത്തിക്കൊണ്ടു പോരുന്ന സമയത്ത്, ഇതൊരു കടകളിലേക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പൈസയുടെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു, കടക്കാര് തരാത്ത അവസ്ഥ. അപ്പം നമുക്ക് തന്നെ ഒരു ഷോപ്പ് തുടങ്ങാം എന്നുള്ള ഒരു ഐഡിയ ആയി. ഒരു അമ്മായിയുടെ മകൻ വരികയും അങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങുകയും ഷോപ്പിൽ നല്ല രീതിയിൽ തന്നെ ബ്രാൻഡഡ് ബാഗുകളും ബ്രാൻഡഡ് ഷൂ എല്ലാ ഐറ്റംസും ഉള്ളതിന്റെ ഇടയിൽ തന്നെ നമ്മളുടെ മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ് ആയ ഹൈമാക്സ് ബാഗ് നല്ല രീതിയിൽ തന്നെ ബ്രാൻഡഡ് അമേരിക്കൻ ടൂറിസ്റ്റ് പോലെയുള്ള ബാഗുകൾ ചെറിയ അളവിൽ വിറ്റ് പോകുന്ന സമയത്ത് നമ്മളുടെ ബാഗുകൾ 3 ലക്ഷം 4 ലക്ഷം രൂപയുടെ സെയില് നടന്നുകൊണ്ടിരുന്നു. ആ സമയത്താണ് നോട്ട് നിരോധനം വന്നത്. നോട്ട് നിരോധനത്തിന് ശേഷം നമ്മളുടെ ബിസിനസ് ഡള്ളായി. അപ്പോൾ അമ്മായിയുടെ മോന്റെ ഷെയർ ഒഴിവാക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് കുറച്ച് ലോണും എടുത്തു, നമ്മളെ പ്രോപ്പർട്ടി ഒക്കെ കൊടുത്തു. അദ്ദേഹം ഞങ്ങളിൽ നിന്നും മാറി. പിന്നീടുണ്ടായ അടിക്കടി ഉണ്ടായ ഓരോരോ പ്രതിസന്ധി, ഞങ്ങളുടെ ബിസിനസ് എല്ലാം നിന്ന അവസ്ഥയിൽ നിന്നും പിന്നീട് ഒരു സാമ്പത്തിക അച്ചടക്കം ഉള്ളത് കൊണ്ട് തന്നെ നമ്മള് രണ്ടാമത് കുടുംബശ്രീയിൽ നിന്നും ഒരു 50,000 രൂപയും പിന്നെ KSBCയുടെ ലോണും, നമുക്ക് സിബിലിൽ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അല്ലാണ്ടുള്ള ലോണുകളൊന്നും കിട്ടാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ചെറിയ തോതിൽ ആരംഭിച്ചു. ഇപ്പം 2021 റീസ്റ്റാർട്ട് ചെയ്ത ഞങ്ങളുടെ ബിസിനസ് ഒരു തൊഴിലാളിയും ഞാനും എൻ്റെ ഇക്കായും കൂടെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് ഒരു 300 ബാഗ് കൺസ്യൂമർ ഫെഡിന് കൊടുത്തുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ കൺസ്യൂമർ ഫെഡുമായിട്ടുള്ള കോണ്ടാക്ട് ആരംഭിച്ചത്. ഇപ്പം ഒരു വർഷം 40 ലക്ഷം 60 ലക്ഷം രൂപയുടെ പർച്ചേസ് കൺസ്യൂമർ ഫെഡ് തന്നെ നടത്തുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ബൾക്ക് ഓർഡറുകളായിട്ട് ഗവൺമെന്റിൻ്റെതായും അല്ലാതെയും ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്. നമ്മളുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ വെയിറ്റ്, ഹൈ ക്വാളിറ്റി, മാക്സിമം പ്രൊഡക്റ്റ്. ഇങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെ നമ്മളെ ബിസിനസ് കൂട്ടാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഈ ലോ പ്രൈസിൽ കൊടുക്കുന്നത്. നമുക്ക് അഡ്വർടൈസ്മെന്റിന്റെ പൈസ കൂടി നമുക്ക് ഇതിൽ ലാഭിച്ചുകൊണ്ട് അത് കസ്റ്റമർക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് മൗത്ത് പബ്ലിഷ് ആണ് നമ്മളെ പ്രൊഡക്റ്റിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. ബൾക്ക് ഓർഡേഴ്സോ എന്തെങ്കിലും മീറ്റിങ്ങുകൾക്ക് കിട്ടുമ്പോൾ അത് എവിടുന്ന് അത് കിട്ടിയതാ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ നല്ലതായ വാല്യൂ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും സാമ്പത്തിക അച്ചടക്കവും കൃത്യമായ ഒരു കൺസെപ്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് നിലയിലേക്കും എത്താൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്. പിന്നെ ഈ വർഷത്തെ ബെനിഫിറ്ററി ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഗസ്റ്റായിട്ട് റിപ്പബ്ലിക് ദിന പരേഡിന് പ്രസിഡന്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരം സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് പോകാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് അവാർഡുകൾ, നമ്മളൊന്നുമില്ലാതെ ആയിരിക്കുന്ന ആ ഒരു സമയത്ത് ചെറിയൊരു എമൗണ്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും ലക്ഷങ്ങളുടെ ബിസിനസ് ചെയ്യുന്നത്. അതിന് ജനങ്ങളെ
ഒരുപാട് സപ്പോർട്ടുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ സപ്പോർട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മളുടെ ഒരു ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള കാഴ്ചപ്പാട് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. അത് എൻ്റെ ജീവിതം കൊണ്ട് എനിക്കുറപ്പാണ്. എനിക്കും എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രോഡക്റ്റ് പരമാവധി ആളുകൾ വാങ്ങി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതിന്റെ എല്ലാ സപ്പോർട്ടീവും ഇതിന്റെ എർത്തും വെർത്തും എല്ലാമായ എൻ്റെ ബോണും അടക്കമായ എൻ്റെ ഹസ്ബൻഡ് അഷ്റഫാണ്. ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നതിനും എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് രണ്ടും തുല്യമായി തന്നെ ഉണ്ട്. അതുപോലെ പിന്നെ നമ്മൾ ഒരിക്കലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലോണിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സബ്സിഡിക്ക് വേണ്ടിയോ ആവരുത്. നമ്മളെ നാട്ടിന് ഗുണമുള്ളതും നമ്മളെ കുടുംബത്തിന് ഗുണമുള്ളതും ആയ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേറിട്ട എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു നമ്മളൊരു കയ്യൊപ്പായി തന്നെ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ വെറുതെ ഇരിക്കാതെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റും കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഹൈമാക്സ് ബാഗ് എന്നാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് നെയിം. കുഞ്ഞുങ്ങൾക്കൊക്കെ വെയിറ്റ് കുറഞ്ഞതും ലോങ് ലാസ്റ്റിംഗ് ഉള്ളതും എല്ലാം ആയിട്ടുള്ള ബാഗുകളൊക്കെ പല വെറൈറ്റീസിലും ചെയ്യുന്നുണ്ട്. ഇതിപ്പം നമ്മളുടെ പ്രൊഡക്റ്റിന്റെ പരസ്യം അല്ലാത്തത് കൊണ്ട് ഞാൻ പ്രത്യേകമായി ഒന്നും എടുത്ത് കാണിക്കുന്നില്ല. എല്ലാം തന്നെ ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എല്ലാവരും ഇതുപോലെ എന്തെങ്കിലും വേറിട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ ഈ കഥ സമൂഹത്തിലെത്തിക്കാൻ എനിക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തി എന്നെ വിസിറ്റ് ചെയ്ത സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ട്രസ്ബേ ഫ്ലൻസ് സർവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കും എൻപവർ എന്ന പ്രോഗ്രാമിനും വലിയ നന്ദിയുണ്ട്. കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തിച്ച് മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ കാണിക്കുന്ന ഈ ഒരു സന്നദ്ധതയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞോളൂ.